സേവ്യറേയും കൊണ്ട് അഡ്വക്കേറ്റ് ട്രീസയെ കാണാൻ വരുന്ന പോലീസ് സംഘം. മീനാക്ഷിയെ ആക്രമിച്ച രഘുവിനെ അറിയാമോ എന്ന് സുരേഷ് ട്രീസയോട് ചോദിക്കുന്നു. തനിക്കറിയില്ല എന്ന് ട്രീസ സുരേഷിനോട്. ട്രീസയാണ് മീനാക്ഷിയെ ആക്രമിക്കാൻ തനിക്ക് കൊട്ടേഷൻ തന്നതെന്ന് രഘു സുരേഷിനോട് പറയുന്നു. വിശാഖ് സുബ്രഹ്മണ്യം ഈ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഈ വീട് ഞങ്ങൾക്ക് സെർച്ച് ചെയ്യണമെന്നും ട്രീസയോട് പറയുന്ന സുരേഷ്. ട്രീസ അത് നിഷേധിക്കുന്നു. ഒടുവിൽ സുരേഷ് സെർച്ച് വാറന്റ് കാണിക്കുന്നു. സുരേഷും സംഘവും വീട് സെർച്ച് ചെയ്യുന്നു. ഒടുവിൽ മുകളിലത്തെ മുറിയിൽ നിന്ന് വിശാഖിനെ കണ്ടെത്തുന്നു. അവനെ കണ്ടു ഞെട്ടുന്ന ട്രീസ. ഒരു മെമന്റോ കിട്ടിയിട്ടുണ്ടെന്ന് ഒരു പോലീസുകാരൻ സുരേഷിനോട് പറയുന്നു. സുരേഷ് ആ മെമന്റോ കണ്ടെടുക്കുന്നു. വിഷമവൃത്തത്തിലാകുന്ന ട്രീസ മെമന്റോ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ സുരേഷിനോട് പറയുന്ന ശ്രീറാം. താൻ അറിയാതെ വിശാഖിനെ വീട്ടിൽ ഒളിപ്പിച്ചതിന് സേവ്യറെ ചോദ്യം ചെയ്യുന്ന ട്രീസ. തുടർന്ന് കാണുക. ഈശ്വരൻ സാക്ഷിയായി അന്ത്യഘട്ടത്തിലേക്ക്. ഈശ്വരൻ സാക്ഷിയായി ഇനി 23 എപ്പിസോഡുകൾ മാത്രം. അവന്റെ കുഞ്ഞി ഭൂമിയിലേക്ക് ജനിച്ചു വീഴാതിരിക്കാൻ നിങ്ങൾ എന്നെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിച്ചത്? നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? എന്റെ പപ്പയുടെ നിങ്ങളുടെ ചേട്ടന്റെ മോളെ അപ്പുന്നല്ല എന്നോട് പറഞ്ഞത്. ആങ്ങളുടെയും പെങ്ങളുടെയും കുഞ്ഞി ഭൂമിയിൽ ജനിക്കരുതെന്ന്. നിങ്ങൾ എന്നെ കൊണ്ട് ആ കുഞ്ഞിനെ കൊല്ലിക്കാൻ നോക്കിയില്ലേ? നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണോ കള്ളാണോ എന്ന് ആർക്കറിയാം? 6.5 കോടിയുടെ പങ്ക് പറ്റാൻ അവന്റെ കുഞ്ഞി ഭൂമിയിൽ ജനിച്ചു വീഴാതിരിക്കാനല്ലേ നിങ്ങൾ കാണിച്ചത് മുഴുവൻ? അതിനല്ലായിരുന്നു നിങ്ങളുടെ ശ്രമം? പറയാൻ എന്നാ വിശ്വസിച്ചോ? നീ അത് വിശ്വസിച്ചോ? അവനെ കൊന്നത് ഞാൻ തന്നെ. ഞാനാ. ആ മെമന്റോ കടിച്ചു കൊന്നവനെ കയറി കെട്ടിത്തൂക്കി കായലിൽ കൊണ്ട താഴ്ത്തത് ഞാൻ തന്നെ. നിനക്ക് സമാധാനമല്ലോ? പോ, എങ്ങോട്ടെങ്കിലും പോ. നിങ്ങളുടെ മോളല്ലേ ഞാൻ? ഒന്നും ചോദിക്കാതെ എല്ലാത്തിനും കൂടെ നിന്നത് ഞാനല്ലേ? എന്നിട്ട് എന്തിനാ നിങ്ങളിങ്ങനെ ചെയ്തത്? എൻ്റെ അനിയൻ്റെ ജീവൻ എടുക്കാൻ നിങ്ങൾ എന്നെ കൂടി കരുവാക്കിയില്ലേ? ആര് പറഞ്ഞു നീ എന്റെ മോളാന്ന്? ആരാ പറഞ്ഞേ? ആരാ? ഞാൻ പറഞ്ഞു. എന്റെ ഒരു വെറും വാക്ക് പിടിച്ചല്ലേ നീ വലിയ മോള് കളിക്കുന്നത്. അതങ്ങ് മതിയാക്ക്. ഒന്നോർത്താ, നിന്റെ കാര്യം ആ അപർണയെക്കാട്ടി വലിയ കഷ്ടമാ. അവക്കാണെങ്കിൽ അമ്മയെങ്കിലും ഉണ്ട്, നിനക്കാരുണ്ട്? എന്തോ അറിയാം. നിനക്ക് നിന്റെ അമ്മ അറിയാവോ? അച്ഛനെ അറിയാവോ? ഞാൻ ചൂണ്ടിക്കാണിച്ചു തന്നവരെ നീ ആ പേര് വിളിച്ചു. നിനക്കൊരു ദണ്ണം വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു ദയവ് കാണിച്ചു. ഞാനാ നിന്റെ ശരിക്കുള്ള അച്ഛനെന്നൊരു കളവ് പറഞ്ഞു. അതെ, നിന്റെ ഒരു മനസമാധാനത്തിന്. നിന്റെ ഉള്ളിലെ തീ തണുക്കാൻ ഞാൻ മനഃപൂർവ്വം പ്രയോഗിച്ച ഒരു ടെക്നിക്കാത്. അത്രേ ഉള്ളൂ. അങ്ങനൊരു കൈസഹായം ഞാൻ നിന്നോട് ചെയ്തില്ലായിരുന്നെങ്കിൽ നീ ഇന്ന് എവിടെ കിടക്കണ്ടോളെന്ന് അറിയാമോ? അറിയോ? ഏതെങ്കിലും തെരുവിലെ പട്ടടിക്കോലുമായിട്ട് അലഞ്ഞ് എവിടെങ്കിലും അടിഞ്ഞുകൂടേണ്ട പാഴ്ജന്മം. അതാ നീ. വെറും ഒരു കീറ്റക്കടല. അഡ്വക്കേറ്റ് ട്രീസ സേവ്യർ, അതും പറഞ്ഞ് ഞെളിഞ്ഞ് നീ ഒരു കസേര കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ വക വെറും ഒരു സൗജന്യമാണ്. ആ സത്യം മനസ്സിലൊന്ന് മുദ്ര കുത്തിക്കോണം ഒരു 10,000 വട്ടം. നിങ്ങളൊരു മനുഷ്യനല്ല. മനുഷ്യത്തുള്ള ആർക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പഠിച്ച നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇതിനെല്ലാത്തിനും ഞാൻ നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നിങ്ങളെ കൊണ്ട് മുട്ടുകുത്തി മാപ്പ് ചോദിപ്പിക്കും ഈ ചെയ്തതിനെല്ലാം. നീ എന്ത് ചെയ്യുന്ന പറ? നീ എന്ത് ചെയ്യും? എന്റെ നിന്നെ DNA കമ്പി കുത്തിയെടുത്ത് കണ്ണാടി ഗ്ലാസിൽ ചേർത്ത് വെച്ച് കോടതി കൊണ്ട് പ്രദർശിപ്പിക്കുവോ? എന്നിട്ട് നീ വിളിച്ചു പറയുമോ ഈ നിൽക്കുന്ന ആളാ നിന്റെ അപ്പനെന്ന്? പറയൂ നീ? പറ്റില്ല മോളെ, നിന്നെ കൊണ്ട് ഒക്കത്തില്ല. ഒക്കുകല. നിന്നെ ഹരിശ്രീ പഠിപ്പിച്ച് വലിയ കൊമ്പത്തെ വക്കീലാക്കിയത് ഞാനാ. അരികും ചീളും വെട്ടിമുറിച്ച്
എവിടെയും കുത്തിക്കയറ്റാവുന്ന കുന്തമുനയാക്കിയതും ഈ ഞാനാ. അതെ, എനിക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടി മാത്രം. അങ്ങനെ ഉപയോഗിക്കാനാ നിന്നെ എനിക്ക് വേണ്ടത്. എന്റെ ചോൽപ്പടിയിലായിരിക്കും നീ. കോടതി കയറിയൊരു വാക്കുച്ചരിച്ചാൽ അതെനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മാത്രം. വളർത്തു നായ കുരയ്ക്കുന്നത് യജമാനന് വേണ്ടി മാത്രം മതി. തിരിച്ച് യജമാനന് നേരെ അത് കുരച്ചു എന്നറിഞ്ഞാൽ അതിനർത്ഥം അതിന് പേ പിടിച്ചു എന്നാണ്. പിന്നെ അതിനെ വെടിവെച്ച് കൊല്ലണം. അതിന് നീ വഴി വെക്കരുത്. ഇനിയും ഞാൻ പറയാം, ആ വിശാഖ് അവരോടുണ്ടായിരുന്നു, ഇവിടെ തന്നെ. അവനെ ഞാൻ ഉപയോഗിച്ചതാ എനിക്ക് വേണ്ടി. പക്ഷെ ആ മെമന്റോ അതെനിക്കറിയില്ല, അതെങ്ങനെ ഇവിടെ വന്നു എന്ന്. ഇത് സത്യമാ. നീ ഇത് വിശ്വസിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. അപ്പൊ അത് സമ്മതിച്ചു അല്ലേ? പിന്നെന്താ ആ മൊമെന്റോയുടെ കാര്യം കൂടെ സമ്മതിക്കാൻ ഇത്ര മടി? എനിക്കറിയാം, അത് സമ്മതിച്ചാ പിന്നെ നിങ്ങൾ അതോടെ തീരും. ജൂഡിന്റെ ജീവനെടുത്ത ആ മൊമെന്റോ ഈ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനെ കൊന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഇനി കരുതണ്ടോ? വിടില്ല നിങ്ങളെ ഞാൻ. നിയമം വെച്ച് ഞാൻ മുന്നോട്ട് നീങ്ങും. ചെയ്ത തെറ്റുകൾക്ക് ഓരോന്നിനും പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിത്തരും. ഇനിയെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ട്രീസ എന്നൊരു വ്യക്തി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ പാവയല്ല ട്രീസ. എനിക്കുണ്ട് സ്വന്തം ചിന്തയും ബുദ്ധിയും തീരുമാനമൊക്കെ. അതുകൊണ്ട് എന്റെ സ്റ്റാൻഡ് എടുത്തേ പറ്റൂ. എനിക്ക് എന്റെ അനിയന് വേണ്ടി, എനിക്ക് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ പാപ്പ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്നത്? ഏത് രാഗത്തിൽ വായിച്ചാലും നിങ്ങളുടെ മനസ്സിലെ കറ കഴുകിക്കളയാൻ പറ്റില്ല. നിങ്ങൾ കൊന്നു കുഴി തള്ളിയവരുടെ കണക്കിങ്ങനെ തീരാനും പോകുന്നില്ല. എന്റെ പപ്പയും അമ്മയും കൊന്നതും നിങ്ങൾ തന്നെ ആയിരിക്കും. കൊച്ചായിരുന്നെങ്കിലും എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്. അന്ന് രാത്രിയിലത്തെ നിങ്ങളുടെ ആ കൊലച്ചിരിയും സന്തോഷവും എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. പഴയതൊക്കെ ഓർക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ ആ വൃത്തികേട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അന്നേ നിങ്ങളുടെ മനസ്സിലുള്ളത് കൊല്ലാനുള്ള കൊതിയാ. നിനക്ക് വട്ട മുഴുവട്ട്. അതാ ഇങ്ങനെ പിച്ചും പേയും പറയുന്നേ. ബുദ്ധി ഓർമ്മയും നിൽക്കാത്ത നീ ഇനി എന്തു പറഞ്ഞാലും എനിക്കത് കാര്യമല്ല. ബുദ്ധി കൂടി കൊച്ചിന് വട്ടായിപ്പോയി. എന്ത് ചെയ്യാനാ? ഈ ചിരി ഇങ്ങനെ അധിക നാളൊന്നും കാണത്തില്ല. അവസാന യാത്രയ്ക്കുള്ള സംഗീതം സ്വയം അങ്ങ് കമ്പോസ് ചെയ്ത് വെച്ചോ. അതിനുള്ള സമയമായി നിങ്ങൾക്ക്. നിനക്കുള്ള യാത്രാമൊഴി ഞാൻ പാടിത്തന്നോളാം മോളെ. അതിനുള്ള യോഗം ദൈവം എനിക്കായിട്ടാ ഒരുക്കിയേക്കുന്നേ. എന്ത് ചെയ്യാം? തുടങ്ങി വെച്ചത് തീർക്കാൻ ഞാൻ തന്നെ വേണമല്ലോ കർത്താവേ. ഹലോ സർ. മീനാക്ഷി, ഒരു വർഷത്തെ കാത്തിരിപ്പിന് അവസാനം വരാൻ പോകുന്നു. എന്താ സർ? ജൂഡ് സേവർ കൊലപാതക കേസിലെ പ്രതിയിലേക്ക് എത്തുന്ന തൊണ്ടി മുതൽ അത് നമ്മുടെ കയ്യിൽ എത്തി മീനാക്ഷി. ഏതാ സർ? ശ്രീദേവി രവീന്ദ്രന്റെ വീട്ടിലെ മെമന്റോ. ജൂഡിന്റെ മരണത്തിന് കാരണമായ ആ മെമന്റോ. മെമന്റോ അതെവിടുന്ന് കിട്ടി സർ? എങ്ങനെ? എവിടുന്നായിരിക്കണം? ട്രീസയുടെ വീട്ടിൽ നിന്ന് തന്നെ. ട്രീസയുടെ വീട്ടിൽ നിന്ന് മെമന്റോ?
അതെ, കൂടെ അതേ വീട്ടിൽ ഒളിച്ചു താമസിച്ചിരുന്ന വിശാഖ സുബ്രഹ്മണ്യത്തെയും കിട്ടി. വിശാഖ് സുബ്രഹ്മണ്യം ട്രീസയുടെ വീട്ടിൽ നിന്നോ? സാർ, ഇതിനർത്ഥം വിശാഖിനെ വെച്ചവര്... അങ്ങനെ തന്നെയാവും. വിശാഖ് ട്രീസയുടെ ആളായിരുന്നു. മെമന്റോ, വിശാഖ്, ട്രീസ. ആ കണക്ഷൻ വളരെ ക്ലിയർ ആയില്ലേ? അപ്പോ ട്രീസയെ അറസ്റ്റ് ചെയ്യത്തില്ലേ സർ? ആ, താമസിയാതുണ്ടാവും. അതിനു മുമ്പ് കാര്യങ്ങൾ എനിക്കൊന്ന് വെരിഫൈ ചെയ്യണം. ഫോറൻസിക് റിപ്പോർട്ട് അടക്കമുള്ള മറ്റു പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്നിട്ടേ ഒരു സ്റ്റെപ്പ് എടുക്കൂ. അതിനു മുമ്പ് ഒരു ബഹളം ഒഴിവാക്കാനാ. മീഡിയക്കാരെ പോലും ഈ ന്യൂസ് അറിയിച്ചിട്ടില്ല. സാർ, അപ്പോ കേസ് ക്ലോസ് ചെയ്യാൻ താമസം ഉണ്ടാവത്തില്ലല്ലോ? അങ്ങനെ തീർത്തു പറയാറായിട്ടില്ല. ട്രീസ ഈ കൊലപാതകമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ എവിഡൻസ് അത് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടി. അത് ഈ കേസിലെ വലിയൊരു നേട്ടം. ഏതായാലും ഞാൻ മീനാക്ഷിയെ വിളിക്കാം. ഓക്കേ? ശരി സാർ. അപ്പോ ഓ ഓ ഓ ഓ ഓ ഓ അപ്പോ ആ അപ്പോ ആ എന്താ മീനാക്ഷി? അപ്പോ ശ്രീറാം സാറാ വിളിച്ചേ. ട്രീസയുടെ വീട്ടിൽ നിന്ന് ആ മെമന്റോ കണ്ടെത്തിന്ന്. മെമന്റോയോ? ആ, ജൂഡിനെ കൊല്ലാൻ ഉപയോഗിച്ച മെമന്റോ. ഞാൻ പറഞ്ഞില്ലേ അപ്പു, ഇത് അവര് തന്നെ കണ്ടുപിടിക്കാൻ ഇത്രയും താമസിച്ചെന്നേ ഉള്ളൂ. ട്രീസച്ചിയുടെ വീട്ടിൽ നിന്നോ? അതെ പോ. അവിടെ ആ വിശാഖ് സുബ്രഹ്മണ്യം ഇല്ലേ, ബാംഗ്ലൂരിൽ നിന്ന് വന്ന ക്രിമിനൽ, അയാളും ഉണ്ടായിരുന്നു. മീനു, നീ പറയുന്നൊക്കെ സത്യമാണോ? അതെ അപ്പു, മീഡിയയിലൊക്കെ ഈ ന്യൂസ് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പൊ ട്രീസച്ചി അറസ്റ്റ് ചെയ്തോ? ഇല്ല, ഉടനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല മീനു. ട്രീസയല്ലേ, അവരെ രക്ഷപ്പെടും. ഏയ്, ഇത് അത്രയും സോളിഡ് പ്രൂഫ് അല്ലേ അപ്പു? ആ നിഖിൽ, കാര്യം അറിഞ്ഞോ? എന്ത്? ട്രീസയുടെ വീട്ടിൽ നിന്ന് ആ മെമന്റോ കണ്ടെത്തിന്ന്. മൊമന്റോയോ? ജൂഡിനെ കൊല്ലാൻ ഉപയോഗിച്ച മെമന്റോ. ജൂഡിനെ കൊല്ലാൻ ഉപയോഗിച്ച മൊമന്റോ ട്രീസയുടെ വീട്ടിൽ നിന്നോ? അതെ, കൂടെ ആ വിശാഖും ഉണ്ടായിരുന്നു. നിഖിലിന്റെ ബാംഗ്ലൂർ ഫ്രണ്ട്. വിശാഖോ? ട്രീസയുടെ വീട്ടിലോ? അതെ, വിശാഖ് തന്നെ. ആ, അപ്പൊ ഇതിലെന്തോ കള്ളക്കളിയുണ്ട് മീനു. ശ്രീറാമല്ലേ ഇതിന്റെ ആള്. അയാള് ട്രീസേച്ചിയും വിശാഖിനെയും ഇതിൽ കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്യാ. ഇതിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല. നിഖിൽ സത്യം ഈ പറയുന്നേ. ട്രീസേച്ചി അറസ്റ്റ് ചെയ്യുമെന്നാ പറയുന്നേ. ട്രീസേച്ചിയോ അറസ്റ്റ് ചെയ്യാനോ? കൊള്ളാം, ഞാൻ ട്രീസേച്ചി ഒന്ന് വിളിക്കട്ടെ. മീനു, ഈ വിശാഖിനെ ഉപയോഗിച്ചിട്ടാണോ ജൂഡിനെ അവര്? അങ്ങനെയാണെങ്കിൽ ഇവനെ രക്ഷിക്കാനായിരിക്കും അന്ന് ട്രീസ എന്നെ കൊണ്ട് നിഖിലേട്ടനെ വിളിപ്പിച്ചതും. നിനക്കത് ഓർമ്മയുണ്ടോ? അന്ന് അതിന്റെ പേരില നീ എന്നോട് പിണങ്ങിയത്. എന്റെ ജൂഡിനെ കൊന്നവനെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്നെ തന്നെ ഉപയോഗിക്കായിരുന്നു അവര്. എന്തൊരു സ്ത്രീ അവര്! അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട അപ്പു. ഇപ്പൊ എന്നെ കണ്ടീഷനിലാക്കിയ ആ ഗുണ്ടെ പിടികിട്ടിയോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അയാൾ പറഞ്ഞ തെളിവുകൾ വെച്ച് പോലീസ് നടത്തിയ റെയ്ഡിലാ ട്രീസ കുടുങ്ങിയത്, മെമന്റോ കിട്ടിയത്. ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു നിമിത്തം പോലെ നടന്നതാ. എന്നെ അയാൾ ആക്രമിച്ചതിനും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിനും ഒക്കെ ഒരർത്ഥം ഉണ്ടായല്ലോ. മീനു, നിഖിലേട്ടനെ ഈ വിവരമൊക്കെ അറിയിക്കണ്ടേ? എല്ലാം തുറന്നു പറയുന്നതല്ലേ നല്ലത്? അതിനുള്ള സമയമായിട്ടില്ല പോ. നീ ഒരു കാര്യം ചെയ്യ്, ട്രീസയോട് സംസാരിച്ചിട്ട് എന്താ പറയുന്നതെന്ന് നോക്കൂ. കൊള്ളാം. ഈ വയസ്സിന്റെ മൂപ്പൊന്നും കാര്യമാക്കണ്ട. അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. അങ്ങ് രജിസ്റ്റർ ചെയ്തുകൂടായിരുന്നു. ഈ പുകയുടെ മരുന്നിന്റെ പൊളപ്പ് എന്നോട് കാണിക്കല്ലേ? 2 പ്രാവശ്യം തഴുകി വിട്ടതുപോലെ ആയിരിക്കില്ല. കിടത്തിക്കളയും. ഉള്ളതാ സത്യം. എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. എന്നിട്ട് കേക്കട്ടെ. അവിടെ മുറിക്കാത്തുന്നോ? എന്നിട്ട്
സാധനം കൊണ്ടുപോയാ? കൊണ്ടുപോയിക്കോളൂ അവള്. അറസ്റ്റ് എന്തായാലും ഉടനെ ഉണ്ടാവും. എന്നിട്ട് അപ്പൊ അവളെ ഒതുക്കി വെച്ചാ ചെടി ഭയങ്കരി. വിനോദേ, ആ മെമ്മന്റേല് വിനോദേ, ആ ജൂഡനെ കൊല്ലാൻ ഉപയോഗിച്ചേ അത് അവരുടെ വീട്ടിനകത്തുനിന്ന് കിട്ടിയെന്ന്. ആണോ? ആ ശ്ശോടാ, അവൾ ഇത്രയും വലിയ കൊട്ടേഷൻ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ഭാഗം തന്നെ പ്രതിയാവുക. സംഭവം എന്തായാലും കലക്കി. എന്തായാലും അവരുടെ പോരിനൊക്കെ ഒരു അവസാനമായി. ഞാനേ ഇതൊന്ന് വൈറലാക്കിയിട്ട് വരാം. എന്റെ ഈ നാക്കുള്ളപ്പോ എന്തിനാ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ? ഞാനേ അവരുടെ ജൂനിയർ നന്ദനെ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഞാനേ ഒന്ന് പോയിട്ട് വരാം. സാർ കോടതി പോണം. അതൊക്കെ നീ പൊയ്ക്കോ. സാറിന്റെ ഒരു കാര്യം. എനിക്കിത് സഹിക്കാൻ വയ്യ. അവള് വീണു. അവളെ ആ ട്രീസ വക്കീല് എന്നെ മൂക്കി കയറ്റൊന്ന് പറഞ്ഞോണ്ട് നടന്നവളെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഹലോ, സാറിന്റെ ബോസേ, മൊത്തം അതോ ലോകം അല്ലേ? കൊട്ടേഷൻ കൊണ്ടയാ വീട്ടിൽ നിന്ന് പൊക്കിയത്. നിർത്തൂ, please. ഞാൻ നിർത്താം, പക്ഷെ ആൾക്കാർ നിർത്തൂല. കാണിച്ചു തരാം. ഹലോ, ശരിയെന്നെ. ആ മെമ്മന്റെ അതെ എന്റെ വിനോദേ, അവക്ക് ഇനി കറുപ്പും വെളുപ്പും പറ്റത്തില്ല. വെളുപ്പ് വെച്ച് മാത്രം ജീവിക്കേണ്ടി വരും ഒരു 12 വർഷം. ഓ എന്റെ ഭഗവാനെ. എന്നാലും എനിക്ക് ഭയങ്കര വിഷം. കേറി പറഞ്ഞ് കൊരുക്കാൻ ഒരു ശത്രു ഇല്ലാതായിപ്പോയല്ലോ. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായപ്പോ അമേരിക്കയ്ക്കുണ്ടായതുപോലത്തെ ഒരു വിഷമം, ഒരു ശൂന്യത, ബ്ലാങ്ക്നെസ്. സത്യം പറഞ്ഞ എനിക്ക് പറ്റിയൊരു ശത്രുവായിരുന്നു അവൾ. ഇനി ആ ശത്രു ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. സാറ് സന്തോഷിക്കൊന്നും വേണ്ട. ട്രീസ വക്കീല, അവളെ ആരാ മോള്. മെമന്റോ കണ്ടെത്തിയെന്നും പറഞ്ഞ അവര് കുരുങ്ങാനൊന്നും പോണില്ല. നല്ല പുള്ളിയാ. വിനോദേ, നിങ്ങൾ ഈ ഓഫീസിലാണോ വർക്ക് ചെയ്യുന്നത്? അതെ. നിങ്ങൾ ഓഫീസ് ഏതാ? ഇതാണോ അപ്പുറത്തെ ട്രീസ വക്കീലിന്റെ ആണോ? ഇതാണ്. എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം കേട്ടാ. എനിക്ക് ഏറാമൂളി ശീലമൊന്നുമില്ല, മനസ്സിലായോ? ഇവനും വളർന്നു പോയോ? അൺബിലീവബിൾ. നീ ആളും എടുക്കണ. അപ്പോ നിങ്ങൾ ഒരുമിച്ച് പൊറുതി തുടങ്ങിയല്ലേ? അത് ഞാൻ അറിഞ്ഞില്ല. കൊള്ളാം. ഈ വയസ്സിന്റെ മൂപ്പൊന്നും കാര്യമാക്കണ്ട. അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. അങ്ങ് രജിസ്റ്റർ ചെയ്തുകൂടായിരുന്നു. ട്രീസ സേവറും വിശാഖ് സുബ്രഹ്മണ്യം. അവള് കെട്ടാതെയും കൂടാതെ നിന്നതിന്റെ കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായത്. അവളെ ഉപ്പാപ്പനെ പോലും അറിയിക്കാതെ നിന്നെ ഇവിടെ താമസിപ്പിച്ചെങ്കിൽ അത് നിങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? സാറേ, ഒരുമാതിരി അനാവശ്യം പറയരുത് കേട്ടാ. വക്കീലിന്റെ വീട്ടിൽ അവരുടെ കക്ഷി താമസിച്ചിൽ എന്താ തെറ്റ്? എന്റെ 2 കേസ് അവർ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സാ. എന്നാലും ഈ മെമന്റോ അതെവിടെ കൊണ്ടുവച്ചത് ഒരു അന്ധക്കരണമായി പോയി. ഏത് മൊമെന്റോയാ സാറേ? ഓ, നിനക്കത് മെമന്റോ അല്ലല്ലോ. ജൂണിനെ തീർക്കാൻ നിന്റെ കയ്യിൽ സൗകര്യത്തിന് കിട്ടിയ ഒരു ക്നാപ്പ്. സാറേ, അനാവശ്യം പറയരുത്. അന്ന് തൊട്ട് സാറ് കുത്തി ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ലാന്ന്. പിന്നെ എന്തോ ഇത്ര മൂപ്പിക്കാൻ? ഞാനൊന്നും ഈ പുകയുടെ മരുന്നിന്റെ പൊളപ്പ് എന്നോട് കാണിക്കല്ലേ. 2 പ്രാവശ്യം തഴുകി വിട്ട പോലെ ആയിരിക്കില്ല. കിടത്തിക്കളയും, എഴുന്നേൽപ്പിക്കില്ല. ആ മെമ്മന്റ് എവിടുന്ന? ചുമ്മാ വരട്ടല്ലേ സാറേ, എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അറിയത്തില്ല എന്ന്. ഞാൻ കൊണ്ടുപോ. ഒരാൾ ഞാൻ മുമ്പ് കാണിച്ച നിനക്ക് യാതൊരു മുൻപരിചയവും ഇല്ലാന്ന് നീ പറഞ്ഞ അരവിന്ദ് നായർ. രണ്ടാമത് മറ്റൊരാളും ഉണ്ടായിരുന്നു. പറയടാ, അന്ന് രാത്രി അവിടെ എന്താ സംഭവിച്ചത്? എന്താ സാറിന്റെ ഉദ്ദേശം? കൊട്ടേഷൻ എടുത്ത് കാര്യം സാധിച്ചിട്ട് നീ ആള് കളിക്കുന്നോടാ. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വിട്ടുപിടി സാറേ. പിടിക്കപ്പെട്ടിട്ടും നീ വന്ന് മാനം കളയുന്നോടാ. സുരേഷ് മാറ്, ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. അന്ന് ആ റിസപ്ഷൻ ഡേയിൽ ഒരു ബ്രീഫ് കേസുമായിട്ടാണ് നീ മീനാക്ഷിയുടെ വീട്ടിലേക്ക് കയറിപ്പോയത്. അത് കണ്ടവരുണ്ട്. അതിനകത്തെന്തായിരുന്നു? ബ്രീഫ് കേസോ? എന്റെ കയ്യിലോ? അതെ. ഇങ്ങോട്ട് നോക്കടാ. അതിനകത്ത്
നിഖിലിനുള്ള നിന്റെ വെഡിങ് ഗിഫ്റ്റ് ആയിരുന്നോ? ആ എന്റെ കയ്യിൽ ഒരു കുന്തമില്ലായിരുന്നു സാറേ. 2 കൈയും വീശിയാ ഞാൻ അവിടെ പോയത്. ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോയതാ. അല്ലെങ്കിൽ അടിച്ചു പൊളിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും ബ്രീഫ് കേസുമായിട്ട് പോവോ? അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് നീ അന്ന് രാത്രി ഹോട്ടലിൽ പോയി ബോധം കെട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നല്ലേ? ആ ഉറങ്ങി. പിറ്റേന്ന് നിഖിലിന്റെ വണ്ടിയിൽ എയർപോർട്ട്, അവിടുന്ന് ബാംഗ്ലൂർ, അങ്ങനെയല്ലായിരുന്നോ? അങ്ങനെ. അന്നേരം നീ വെള്ളവും പൊടിയൊക്കെ കൂടെ ഓവറായി ദിക്ക് തെറ്റി നിൽക്കുകയായിരുന്നു. അന്ന് കുറച്ച് ഓവറായി പോയി സാറേ. മോനെ, എനിക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഒരാൾ ശരിക്കും ഓവർ ആകുന്നതും ഓവറായിട്ട് അഭിനയിക്കുന്നതും കണ്ട അപ്പ പിടികിട്ടും. ഓ, ഈ ആക്ഷൻ കടയിൽ തെറ്റിയ അപ്പം മനസ്സിലാവും. അന്ന് എനിക്ക് ശരിക്കും ബോധമില്ലായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബോധമില്ലാന്ന് നീ എല്ലാരെയും അറിയിച്ചു. അതറിയിപ്പിക്കാനാ അന്ന് രാത്രി കുഴഞ്ഞ നാവും ഒരുമാതിരി വാളി വർത്താനം കൊണ്ട് അഴകിയുടെ വീട്ടിൽ പോയി പൂന്ത് വിളയാടിയത്. അന്ന് അവര് തന്നെ പറഞ്ഞതല്ലേ സാറേ, ഞാൻ റിലേ പോയി നിൽക്കുമായിരുന്നു. നീ അവിടെ പോയതിന് വേറെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അഴകിയുടെ വീട്ടിലെ കിണറ്റിൻകരയെന്ന് ആ കയറ് നീ രാത്രി ചൂണ്ടി. ആ കയറും കൊണ്ടാ നീ ജൂഡിന്റെ ബോഡി കെട്ടി വലിച്ചെടുത്ത് കായൽക്കരയെ കൊണ്ടിട്ടത് അല്ലേ? പൊന്ന് സാറേ, അന്ന് എന്റെ കണ്ടീഷൻ എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അത് സാറിനും അറിയാം. ലിക്കർ തന്നെ 3-4 ബ്രാൻഡ്, അതും നല്ല കനപ്പിച്ച്. പിന്നെ പയ്യന്മാർ കൊണ്ടുവന്ന വേറെ കുറെ അൽക്കുലത്ത് സാധനങ്ങളും ഉണ്ടായിരുന്നു. ആ സാറിപ്പോ ഞാൻ കയറെടുത്തെന്ന് പറഞ്ഞ അങ്ങനൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ലിങ്കില്ലാതെ നിൽക്കുകയായിരുന്നു. നിനക്ക് ഞാൻ ലിങ്ക് ഉണ്ടാക്കി തരാടാ. ഓ സുരേഷ്, നിനക്ക് ഈ ചെറുക്കനറിയോ? ഇവനേതാ സാറേ? ഏതായാലും നമ്മളെ പോലല്ല, ഏതോ നല്ല വീട്ടിലെ പയ്യനാ. അങ്ങനെ നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും നീ ഇവന് കൊടുക്കണ്ട. നിനക്ക് ഇവനെ അറിയാമോ? അതാ ചോദ്യം. ഇവനും ആ റിസപ്ഷൻ ഡേയിൽ ഉണ്ടായിരുന്നു. ആ ഞാൻ കണ്ടു കാണുമായിരിക്കും, പക്ഷെ എനിക്ക് ഓർമ്മയൊന്നുമില്ല. കണ്ടു കാണുമെന്നല്ല, നീ അവനെ കണ്ടു, നിങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ സാറേ, ഇനി അഥവാ സംസാരിച്ചെങ്കിൽ തന്നെ എനിക്ക് ഓർമ്മയില്ല അതൊന്നും. നിനക്ക് അപർണയെ അറിയോ? ഓ അറിയാം. ആ മരിച്ചുപോയ പയ്യനെ കേട്ടായിരുന്ന പെണ്ണല്ലേ? ഓ, നിനക്ക് അതൊക്കെ അറിയാം. നീ അവളെ കണ്ടിട്ടുണ്ടോ? ആ അന്ന് റിസപ്ഷൻ ദിവസം കണ്ടതാ സാറേ. അല്ലാതെ നീ കണ്ടിട്ടില്ല? പിന്നെ കണ്ടിട്ടില്ല. തോമസ് സേവറെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു എന്ന ആരോപണത്തിന്റെ പേരിൽ ഞാൻ സസ്പെൻഷനിലായത് നിനക്ക് ഓർമ്മയുണ്ടോ? അന്നാണ് നിനക്ക് ട്രീസ ജാമ്യം എടുത്തു തന്നത്. ജാമ്യമെടുത്ത് നീ നേരെ പോയത് ട്രീസയുടെ വക്കീൽ ഓഫീസിലേക്കാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ട്രീസയും നീയും പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുന്നു. അവിടെ നിന്നെ കാണാൻ 2 പേരുണ്ടായിരുന്നു. ഒരാൾ ഞാൻ മുമ്പ് കാണിച്ച നിനക്ക് യാതൊരു മുൻപരിചയവും ഇല്ലാന്ന് നീ പറഞ്ഞ അരവിന്ദ് നായർ. രണ്ടാമത് മറ്റൊരാളും ഉണ്ടായിരുന്നു. അതാരാ? അത് പിന്നെ അപർണ മഹേന്ദ്രൻ.